പൂക്കാലം 2025 മലമ്പുഴ ഉദ്യാനത്ത് ജനുവരി 16 മുതൽ 22 വരെ നടക്കുന്ന ഫ്ലവർ ഷോ കാണാനാണ് നമ്മൾ എത്തിയിട്ടുള്ളത്. കഴിഞ്ഞ വർഷം നമ്മൾ ചാനലിൽ അപ്ലോഡ് ചെയ്തിരുന്ന ഫ്ലവർ ഷോ നല്ലൊരു വ്യൂസ് ആണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇപ്രാവശ്യം നമ്മൾ എത്തിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും മനോഹരമായ ദൃശ്യങ്ങൾ നമ്മുടെ ചാനലിലൂടെ നിങ്ങൾ കാണുക. അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യാത്തവർ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യാത്തവർ കമന്റ് ചെയ്യുക. അപ്പോൾ എന്തായാലും ഈ 22-ാം തീയതി വരെ ഇവിടെ നടക്കുന്ന മലമ്പുഴ ഉദ്യാനത്തിലെ ഈ ഒരു മനോഹരമായ ദൃശ്യവിസ്മയം കാണാൻ നിങ്ങൾ എല്ലാവരും എത്തിച്ചേരുക. നമ്മൾ നേരെ പോകുന്ന ടിക്കറ്റ് കൗണ്ടറിലേക്കാണ്. കഴിഞ്ഞ പ്രാവശ്യം നല്ല തിരക്കായിരുന്നു ഇവിടെ ആദ്യ ദിവസം തന്നെ, പക്ഷേ ഇപ്രാവശ്യം അത്രയൊന്നും തിരക്ക് കാണുന്നില്ല. 50 രൂപയാണ് നമുക്ക് ടിക്കറ്റിന് വരുന്നത്. കഴിഞ്ഞ ടേമിൽ വന്ന സമയത്ത് പൈസ കൊടുത്താൽ മാത്രമേ ടിക്കറ്റ് എടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നുള്ളൂ, ജി പേ വർക്കിംഗ് ആയിരുന്നില്ല. ഇപ്രാവശ്യം രണ്ടും ഉണ്ട്, ക്യാഷ് നമുക്ക് കൊടുക്കാം, ജി പേ ആണ്. അപ്പോൾ ഞങ്ങൾ ക്യാഷ് കൊടുത്തപ്പോൾ ക്യാഷ് ചില്ലറിയില്ല എന്ന് പറഞ്ഞിട്ട് പിന്നെ ജി പേ ആണ് ചെയ്തത്. അങ്ങനെ 2 ടിക്കറ്റ് എടുത്തു. 100 രൂപയാണ് 2 ടിക്കറ്റിന് വന്നതുള്ളത്. ടിക്കറ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ടിക്കറ്റുമായിട്ട് നേരെ പോകുന്നത് ടിക്കറ്റ് ചെക്ക് ചെയ്യുന്ന ഭാഗത്തേക്കാണ്. അവിടെ ചെക്ക് ചെയ്തിട്ട് നമ്മളെ ഉള്ളിലേക്ക് കയറ്റി വിടും. അപ്പോൾ നേരെ പോയി അവർക്ക് നമ്മൾ ടിക്കറ്റ് കാണിച്ചു കൊടുത്തു. നമ്മുടെ ടിക്കറ്റൊക്കെ വെരിഫൈ ചെയ്തിട്ട് നമ്മൾ ഉള്ളിലേക്ക് കയറണം. പാലക്കാട് ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിലെ NSS യൂണിറ്റിന്റെ വോളണ്ടിയർമാരാണ്. മാലിന്യമുക്ത നവകേരളം പദ്ധതിയുടെ ഭാഗമായിട്ട് നമ്മൾ പ്ലാസ്റ്റിക്കിനെതിരായിട്ടുള്ള ഒരു ബോധവൽക്കരണ പ്രോഗ്രാമാണ് ഇവിടെ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് ഇതിന്റെ ഉദ്ഘാടനം ബഹുമാനപ്പെട്ട മലമ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റാണ് നിർവഹിച്ചിട്ടുള്ളത്. ഈ പ്രോഗ്രാമിന്റെ ശുചിത്വ മിഷൻ, അതുപോലെ DTPC, മലമ്പുഴ ഗ്രാമപഞ്ചായത്ത്, നാഷണൽ സർവീസ് സ്കീമിന്റെ പാലക്കാട് ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിലെ വോളണ്ടിയർമാർ എന്നിവരാണ് പങ്കാളികളായിക്കൊണ്ടിരിക്കുന്നത്.
മലമ്പുഴയുടെ ഉദ്യാന നഗരി, പാലക്കാടിന്റെ ഉദ്യാന നഗരിയിലെ പൂപ്പൊലി 2025 സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അത് കാണാൻ വേണ്ടി വന്ന് ഒരുപാട് നാട്ടിൽ നിന്ന് ആൾക്കാർ എത്തിയിട്ടുണ്ട്. വെക്കേഷനൊക്കെ കഴിഞ്ഞിട്ടാണ് എങ്കിൽ കൂടിയിട്ട് അത്യാവശ്യം തിരക്കുകളൊക്കെ ഉണ്ട്. കഴിഞ്ഞ വർഷം വളരെ ഗംഭീരമായിട്ട് നടത്തിയിട്ടുണ്ടായിരുന്നു. ഇപ്രാവശ്യം എന്താണെന്നറിയില്ല, ഫുള്ള് കാട് മൂടി റെഡിമെയ്ഡ് ആയിട്ട് സെറ്റപ്പ് ആക്കി കൊണ്ടുവന്ന് വെച്ചിരിക്കുകയാണ്. പൂക്കളൊക്കെ അത്യാവശ്യം വാടിക്കഴിഞ്ഞു. എല്ലാം റെഡിമെയ്ഡ് ആയിട്ട് ചട്ടിയിൽ കൊണ്ടുവന്ന് ഇറക്കിയ സാധനങ്ങളാണ് ഇപ്രാവശ്യം ഉള്ളത്. കാണികൾക്ക് എന്തായാലും ഒരു നിരാശ തന്നെയാണ് ഇപ്രാവശ്യത്തെ പരിപാടി. എല്ലാം തട്ടിക്കൂട്ടി നടത്തിയ ഒരു പരിപാടിയായിട്ടാണ് നമുക്ക് കാണുന്നത്. അത്ര വിഷമമുണ്ട്. മെയിൻ്റെനൻസ് ഒക്കെ വളരെ മോശമായിട്ടാണ് കിടക്കുന്നത്. മുന്നിൽ തന്നെ, ഗാർഡന്റെ മുന്നിൽ തന്നെ, എൻട്രൻസിൽ തന്നെ ടൈൽസ് പൊട്ടിയിട്ടും പുല്ലൊന്നും വെട്ടാതെയും കാണികൾ അങ്ങനെയാണ് വരവേൽക്കുന്നത്. അത്യാവശ്യം കുറെ ചെടികളൊക്കെ കൊണ്ട് വെച്ചിട്ടുണ്ട്. പൂത്ത ചെടികൾ ചട്ടിയിൽ അങ്ങനെ കൊണ്ട് വെച്ച് നമുക്ക് നോക്കി അറിയാൻ പറ്റും. ഇതെല്ലാം കഴിഞ്ഞ് ഇതെല്ലാം പോവും. ഇതിനോടനുബന്ധിച്ച് മാത്രമാണ് ഇവിടെ വെച്ചിരിക്കുന്നത്. ഇതിലെ പൂക്കളം വളരെ നന്നായിട്ടുണ്ട്. പക്ഷെ ഫ്രണ്ടും കൂടി കുറച്ച് നന്നായി അലങ്കാരപ്പെടുത്തേണ്ടതാണ്. ഫ്രണ്ടിൽ ആൾക്കാരെ നോക്കുമ്പോൾ ചെറിയൊരു നിരാശ കാണുന്നുണ്ട്. അതും കൂടി ഒന്ന് ഒഴിവാക്കി നല്ല രീതിയിൽ പൂക്കളം നന്നായിട്ടുണ്ട്. ഞങ്ങള് ഫ്ലവർ ഷോ ഫസ്റ്റ് ഡേ തന്നെ കാണാൻ വേണ്ടി വന്നിരിക്കുകയാണ്. എങ്ങനെ ഉണ്ടെന്ന് വിലയിരുത്തലാണ് കുറച്ചും കൂടെ നന്നായിട്ട് പറയാൻ. ഫ്രണ്ടില്, എൻട്രൻസിന്റെ ഫ്രണ്ടിലായിട്ട് ആ ഗാർഡന്റെ ഫ്രണ്ടൊക്കെ മൊത്തം അഴുക്ക് പിടിച്ചിരിക്കുകയാണ്. അത് തന്നെ ഒരു നിരാശ തോന്നും. ഉള്ളിലേക്ക് കുറച്ച് ബെറ്റർ ഉണ്ട്. നമ്മുടെ കൃഷ്ണ പാർക്കിന്റെ അവിടെയാണ് ഇപ്പോൾ ഒരു ഫ്ലവർ ഷോ മാതിരി അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അതിന്റെ ലെഫ്റ്റ് സൈഡ് നന്നായിട്ടുണ്ട്. റൈറ്റ് സൈഡൊന്നും ഒരുപാട് കാര്യമായിട്ടൊന്നും ചെയ്തിട്ടില്ല. പിന്നെ കുറെ പഴയ ചെടികളൊക്കെ കാണുന്നുണ്ട്. പക്ഷെ ഒരു മാക്സിമം ചെയ്തിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു.